നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനും ഒപ്പം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരെ ആഞ്ഞടിക്കുകയാണ് പിണറായി വിജയൻ. കേരളത്തിൽ ഇടതുമുന്നണിയുടെ ക്യാപ്റ്റൻ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ഒപ്പം തെരഞ്ഞെടുപ്പ് രംഗത്തും ഇന്ന് നിർണായകമായ നീക്കങ്ങളാണ് സംഭവിക്കുന്നത്. നിരവധി സ്ഥാനാർത്ഥികൾ നോമിനേഷൻ സമർപ്പിച്ച് തെരഞ്ഞെടുപ്പ് രംഗം ഊർജിതമായി കഴിഞ്ഞു. വിശദമായി തന്നെ നമുക്ക് പകൽ വാർത്തയിൽ പരിശോധിക്കാം. ആദ്യം പ്രധാന വാർത്ത. നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിന്റെ കയ്യിലെത്തേണ്ട 1,07,500 കോടിയിൽ പരം രൂപ തരാതിരുന്നാൽ, അത് നിഷേധിച്ചാൽ ഈ കേരളത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി. രാജ്യം വലിയ അപകടത്തിൽ, ഫെഡറൽ സംവിധാനം തകർക്കപ്പെട്ടു, അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലെന്നും പിണറായി വിജയൻ. കെജ്രിവാളിന്റെ അറസ്റ്റിൽ ലോകരാജ്യങ്ങളെതിരായി ഇഡിക്കെതിരെ നാളെ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം. ആദായ നികുതി വകുപ്പിന്റെ നടപടിയെ രാഷ്ട്രീയമായി നേരിടാൻ കോൺഗ്രസ്. രാജ്യവ്യാപക പ്രതിഷേധം. സംസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങളിൽ റാലികൾ. നരേന്ദ്രമോദിക്ക് ഇന്ത്യ മുന്നണിയെ ഭയമെന്ന് KC വേണുഗോപാൽ. ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിച്ച് മുന്നണികൾ. BJPയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച മുഖ്യമന്ത്രി. കേരളത്തിൽ BJP ജയിക്കില്ല, UDF MPമാർ പരാജയപ്പെട്ടെന്നും പിണറായി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. V മുരളീധരൻ, തോമസ് ഐസക്, MK രാഘവൻ എന്നിവർ പത്രിക നൽകി. സംസ്ഥാനത്തെ BJP പ്രവർത്തകരെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. UPA ഇളക്കിമറിക്കാൻ പ്രധാനമന്ത്രി. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച് മെഗാ റാലി. 80 സീറ്റുകളിലും വിജയം ലക്ഷ്യമിട്ട് BJP. പാകിസ്ഥാൻ പൗരന്മാർക്ക് രക്ഷകരായി ഇന്ത്യൻ നാവികസേന. അറബിക്കടലിൽ വീണ്ടും കടൽ കൊള്ളക്കാരെ തുരത്തി. ഇറാനിയൻ കപ്പലും പാകിസ്ഥാൻ ജീവനക്കാരെയും മോചിപ്പിച്ചു. പോരാട്ടം നീണ്ടത് 12 മണിക്കൂർ. തമിഴ് ചലച്ചിത്ര താരം ഡാനിയൽ ബാലാജി അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് അരങ്ങൊഴിഞ്ഞത് മലയാളം, കന്നഡ, തെലുങ്ക് ഭാഷകളിലും തിളങ്ങിയ താരം. കാസർഗോഡ് റിയാസ് മൗലവി കൊലക്കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടു. നീതി ലഭിച്ചില്ലെന്ന് റിയാസിന്റെ ഭാര്യ. അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷൻ. പിന്നീട് പ്രതികരിക്കാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഇറങ്ങുന്നു. ജാംഷഡ്പൂർ FCയെ നേരിടും. മത്സരം ന്യൂസ് 18ൽ തത്സമയം. IPLൽ പഞ്ചാബ് കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. വിശദമായി തന്നെ നമ്മൾ കടക്കുകയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ ഇടതുമുന്നണിക്ക് വേണ്ടി പ്രചരണം നയിക്കാൻ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. തുടക്കത്തിൽ തന്നെ പ്രധാനമന്ത്രിക്കും ഒപ്പം കേന്ദ്ര സർക്കാരിനും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി. രാജ്യം വലിയ അപകടത്തിലൂടെ കടന്നു പോകുന്നുവെന്ന് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. 2016 തൊട്ട് ഉള്ള അവസ്ഥ, കേരളത്തിലെ നിഷേധിക്കപ്പെട്ട പണം എത്രയാ? 1,07,500 കോടിയിൽ പരം രൂപ. നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിന്റെ കയ്യിലെത്തേണ്ട 1,07,500 കോടിയിൽ പരം രൂപ തരാതിരുന്നാൽ, അത് നിഷേധിച്ചാൽ
ഈ കേരളത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് അവർ കണ്ടത്. ബുദ്ധിമുട്ടിക്കുക, നാടിനെ ആകെ പ്രയാസത്തിലാക്കുക. ഇതിനുള്ള നടപടികളുമായാണ് കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക രംഗത്തെ ഞെരുക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോയത്. ഇതൊരു ഭാഗം. ഇവിടെ ഇതിന്റെ ഭാഗമായി തന്നെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടി ഒന്ന്, നമുക്ക് നൽകേണ്ട വിഹിതമുണ്ട്, അത് വല്ലാതെ കുറച്ചു. അതേസമയം മറ്റു പല സംസ്ഥാനങ്ങൾക്കും വല്ലാതെ കൂട്ടിക്കൊടുത്തു. നമ്മളെ പ്രത്യേക കണ്ണോടെ ശ്വാസം മുട്ടിക്കാനുള്ള നീക്കമാണ് നടന്നത്. ഇതൊരു ഭാഗം. ഏത് സർക്കാരിനും കടമെടുക്കേണ്ടതായി വരും. ആ കടം ഇന്ത്യ ഗവൺമെന്റ് വലിയ തോതിലാണ് എടുക്കുന്നത്. ആ തോതിലൊന്നും നമ്മൾക്ക് കടമെടുക്കേണ്ട കാര്യമില്ല. പക്ഷെ കടമെടുക്കാൻ സംസ്ഥാനത്തിന് ഭരണഘടനാപരമായ അവകാശമുണ്ട്. അത് നിഷേധിച്ചു. എന്നിട്ട് അതിൽ നിയന്ത്രണം കൊണ്ടുവന്നു. അർഹതപ്പെട്ട കടമെടുക്കൽ പരിധി പോലും ഇല്ലാതാക്കുന്ന നിലപാടെടുത്തു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടിയെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. കെജ്രിവാളിന്റെ അറസ്റ്റിൽ ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് എതിരായി എന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഒപ്പം കോൺഗ്രസിനെയും മുഖ്യമന്ത്രി കടുത്ത രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. കോൺഗ്രസ് എംപിമാർ കേന്ദ്രത്തിൽ BJPക്കെതിരെ ശബ്ദമുയർത്തുന്നില്ല. മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തില്ലെന്നാണ് കോൺഗ്രസ് ചോദിച്ചതെന്നതാണ് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നത്. ലോകരാജ്യങ്ങളുടെ അടക്കം പ്രതിഷേധം ഉയർന്നു വരികയാണ്. ഇപ്പോൾ കോൺഗ്രസ് അറസ്റ്റിനെതിരെ സംസാരിക്കുന്നുണ്ട്. ഇതാണ് കോൺഗ്രസിന്റെ സമീപനമെന്നും മുഖ്യമന്ത്രി വിമർശിക്കുന്നു. കോൺഗ്രസ് പറഞ്ഞത് എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതിന്റെ എല്ലാം സൂത്രധാരൻ കെജ്രിവാളാണ്, മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ആ പ്രചരണം ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് ശക്തമായി അഴിച്ചുവിട്ട പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ നിലപാട് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങളിൽ അടക്കം BJPയുടെ നിലപാടിനെ എതിർക്കുന്ന രീതിയിലല്ല വരുന്നത്. കൃത്യമായ രാഷ്ട്രീയ നീക്കം തന്നെയാണ് മുഖ്യമന്ത്രി പ്രചരണത്തിന്റെ തുടക്ക ദിവസം തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. BJPയെ കടന്നാക്രമിക്കുന്നു. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് നിലപാടെടുക്കുന്നു. ഒപ്പം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തെയും കോൺഗ്രസിന്റെ പൊതുവിലുള്ള രാഷ്ട്രീയ നിലപാടുകളെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള കൃത്യമായ രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ ഉടനീളം പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്. മതനിരപേക്ഷ സംരക്ഷിക്കാൻ ഒരുമിച്ചിറങ്ങണമെന്ന ആഹ്വാനവുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡല പര്യടനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ നെയ്യാറ്റിൻകരയിൽ പന്ന്യൻ രവീന്ദ്രന്റെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മണ്ഡലം പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെയൊക്കെ പൗരത്വ നിയമത്തിനെതിരായ റാലികളിൽ പ്രസംഗിച്ചതുപോലെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ രൂക്ഷ വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മണ്ഡലം കൺവെൻഷനുകളിലും ഈ പൊതുയോഗങ്ങളിലും ഉന്നയിക്കുന്നത്. രൂക്ഷ വിമർശനം വിഷയത്തിൽ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പന്ന്യൻ രവീന്ദ്രന്റെ യോഗത്തിലും ഇന്ന് പ്രസംഗിച്ചത്. ഇനിയുള്ള യോഗങ്ങളിലും അത് തന്നെയാകും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പ്രധാന പോയിന്റ് എന്ന കാര്യം വ്യക്തമാണ്. നേരത്തെ CP നേതൃത്വം അക്കാര്യം വ്യക്തമാക്കിയതുമാണ്. BJP ആര് പരാതി പറഞ്ഞാലും പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ CPM നേതാക്കൾ സംസാരിക്കും. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. 22-ാം തീയതി വരെ മുഖ്യമന്ത്രിയുടെ പ്രചരണ യോഗങ്ങൾ ഉണ്ടാകും. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണ് മറ്റൊരു വിഷയം പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടിൽ കോൺഗ്രസും
BJP ഒരേ നിലപാടാണ്, വാങ്ങിയ തുകയിൽ മാത്രമാണ് വ്യത്യാസം എന്ന് പറയുന്നു. കേജ്രിവാളിന്റെ അറസ്റ്റാണ് മറ്റു പ്രധാനപ്പെട്ട വിഷയം ഈ യോഗങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നത്. അതിൽ ആദ്യം മനീഷ് സിസോദിയുടെ അറസ്റ്റ് ഉണ്ടായപ്പോൾ കേജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ച കോൺഗ്രസ് ഇപ്പോൾ നല്ല നിലപാട് സ്വീകരിക്കുന്നതിന് അദ്ദേഹം അഭിനന്ദിക്കുന്നു. ഏതായാലും ഇത്തരം വിഷയങ്ങൾ തന്നെയാകും ഈ പ്രചരണ യോഗങ്ങളിലുടനീളം. 22-ാം തീയതി കണ്ണൂരിലാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനം അവസാനിക്കുന്നത്. അതുവരെ എല്ലാ യോഗങ്ങളിലും ഇത്തരം വിഷയങ്ങൾ തന്നെ ഉയർത്തും. അതിൽ ഏറ്റവും പ്രധാനം പൗരത്വ നിയമ ഭേദഗതിയാണ്. പൗരത്വ നിയമ ഭേദഗതിയിൽ BJP സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്, കോൺഗ്രസിന്റെ അഴകുഴമ്പൻ നിലപാട്, ഇത് രണ്ടും വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇടതു നേതാക്കളും മണ്ഡല പര്യടന യോഗങ്ങളിൽ പ്രചരണ യോഗങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനമായും കോൺഗ്രസിനെയും BJPയെയും വിമർശിക്കുക. മുഖ്യമന്ത്രി ഇങ്ങനെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുമ്പോൾ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് മറ്റൊരു പോരാട്ടത്തിലാണ്. ആദായ നികുതി വകുപ്പിനെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധമാണ് ഇന്ന് നടന്നത്. സംസ്ഥാന ജില്ലാ കേന്ദ്രങ്ങളിലും അവർ ധർണ നടത്തി. ആദായ നികുതി വകുപ്പിന്റെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഓഫീസുകൾക്ക് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. 1823 കോടി രൂപ കൂടി അടയ്ക്കാനുള്ള നോട്ടീസിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കെ ആദായ നികുതി വകുപ്പിന്റെ 2 നോട്ടീസ് കൂടി കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് സാഹചര്യം. കോൺഗ്രസ് അസാധാരണ പ്രതിസന്ധിയാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നേരിടുന്നത് എന്നതാണ് സാഹചര്യം. രാഷ്ട്രീയ പ്രവർത്തനം പോലും ഇല്ലാതാക്കാൻ ഗുണ്ടാപ്പണി രാജ്യത്തെ ആദായ നികുതി വകുപ്പ് സ്വീകരിക്കുന്നു എന്നതാണ് കോൺഗ്രസ് ഇതിനെ കുറ്റപ്പെടുന്നത്. ഒപ്പം തന്നെ എന്തുകൊണ്ട് BJPക്കെതിരെ സമാന നടപടി ഉണ്ടാകുന്നില്ല എന്ന ചോദ്യങ്ങളടക്കം കോൺഗ്രസ് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലും ഒപ്പം ദേശീയ തലത്തിലുമൊക്കെ വലിയ പ്രതിഷേധ പരിപാടികളാണ്. നമുക്കിതിൻ്റെ സാഹചര്യങ്ങൾ പരിശോധിക്കാം. രാകേഷും വി വിനോദും ചേരുന്നുണ്ട്. രാകേഷിലേക്ക് ആദ്യം പോകുമ്പോൾ, രാകേഷ്, ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ഇതിൽ ഇവർ തുടർച്ചയായി കോൺഗ്രസിനെതിരായ നടപടികളിൽ രാഷ്ട്രീയമായി നേരിടാൻ കോൺഗ്രസ് തീരുമാനിക്കുമ്പോഴും മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന പുതിയ നോട്ടീസുകളാണ്. എങ്ങനെയാണ് കോൺഗ്രസ് ഈ രീതികളെ മറികടക്കുക, ഈ പ്രതിസന്ധിയെ മറികടക്കുക? ദേശീയ തലത്തിൽ രാഷ്ട്രീയമായി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രം അതെന്താണ്? സജിത്ത്, ആദായ നികുതി വകുപ്പിനെതിരെ കോൺഗ്രസ് നിലപാട് ഘടിപ്പിക്കുമ്പോൾ ആദായ നികുതി വകുപ്പും കോൺഗ്രസിനെതിരെ നടപടികൾ ശക്തമാക്കുകയാണ്. ഇപ്പോൾ 2 നോട്ടീസ് കൂടി ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന് നൽകിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് 2 നോട്ടീസുകൾ ലഭിച്ചതെന്നാണ് ഇപ്പോൾ AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജയറാം രമേശ് വ്യക്തമാക്കിയത്. തുക എത്രയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല, അത് പിന്നീട് അറിയിക്കാം എന്ന് ജയറാം രമേശ് പറയുകയുണ്ടായി. ഏതായാലും 2020-2021 സാമ്പത്തിക വർഷത്തിലെയും 2021-2022 സാമ്പത്തിക വർഷത്തിലെയും പിഴയും പലിശയും അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയത്. മിനിഞ്ഞാന്ന് സമാനമായ രീതിയിൽ 1823 കോടി രൂപ അടയ്ക്കണം, പിഴയും പലിശയുമായി അടയ്ക്കണമെന്ന് അറിയിച്ചുകൊണ്ടാണ് നോട്ടീസ് ലഭിച്ചെങ്കിൽ അതിന് പിന്നാലെ ഇപ്പോൾ 2 നോട്ടീസ് കൂടി കോൺഗ്രസിന് ലഭിച്ചിരിക്കുകയാണ്. ഏതായാലും നിയമപരമായും രാഷ്ട്രീയമായും ഇതിനെ നേരിടുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞു. നിയമപരമായുള്ള പോരാട്ടം കൊണ്ട് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ 2 തവണ സമീപിച്ചെങ്കിലും അനുകൂല നിലപാട് ഹൈക്കോടതിയിൽ നിന്നുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കാണിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം 1993 ഉൾപ്പെടെ ആദായ നികുതി ഇതിൽ പലിശയും പിഴയും അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 30 വർഷത്തിന് ശേഷം ഇത്തരം നോട്ടീസ് ലഭിക്കുന്ന സാഹചര്യം എന്ത്? രണ്ടാമതായി സമാന മാനദണ്ഡം വെച്ച് നോക്കുകയാണെങ്കിൽ BJP ഏതാണ്ട് 4000 കോടി രൂപ അടയ്ക്കേണ്ടതുണ്ട്. പക്ഷേ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്ത് അത്തരം നീക്കങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഏതായാലും ഒരുപക്ഷെ ഒരു നോട്ടീസ് കൂടി കോൺഗ്രസിന് ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം 2022-2023 സാമ്പത്തിക വർഷത്തെ നോട്ടീസ് ഒരുപക്ഷെ കോൺഗ്രസിന് ലഭിച്ചേക്കാം. അത് ഇതുവരെ ലഭിച്ചിട്ടില്ല ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന്. കാരണം സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് മറ്റന്നെയാണ്. അതിനു മുൻപായി ഒരുപക്ഷെ ഒരു നോട്ടീസ് കൂടി ലഭിക്കാനുള്ള സാധ്യതയും ഏതായാലും നേതാക്കൾ തള്ളിക്കളയുന്നില്ല. ഇതിനെതിരെ വലിയ പോരാട്ടം കോൺഗ്രസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ജയറാം രമേശ് തന്നെ ഒരു വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട്. നാളെ രാംലീല മൈതാനിയിൽ നടക്കുന്ന പ്രതിഷേധം, ബഹുജൻ റാലി, അത് കേവലം ഒരു നേതാവിന്റെ അറസ്റ്റിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി നടത്തുന്ന പരിപാടിയോ അല്ല, മറിച്ച് ഇന്ത്യ മുന്നണിയുടെ പരിപാടിയാണ്. ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നടത്തുന്നത്. ഒപ്പം തന്നെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ റാലി സംഘടിപ്പിക്കുന്നതെന്ന് ജയറാം രമേശ് വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരെയാണ് ഈ പ്രതിഷേധമെന്ന വ്യാഖ്യാനങ്ങൾക്കിടെയാണ്, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി അത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ ജയറാം രമേശിന്റെ ഭാഗത്ത് ഇത്തരം പരാമർശം ഉണ്ടായിരിക്കുന്നത്. സജിത്, അതാണ് രാകേഷ് സൂചിപ്പിച്ചതാണ് ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം. കോൺഗ്രസ് രാഷ്ട്രീയപരമായി ഇതിനെ പ്രതിരോധിക്കാൻ നിലപാടെടുക്കുമ്പോൾ
IT വകുപ്പ് അതേസമയം ശക്തമായ നീക്കവുമായി മുന്നോട്ട് പോകുന്നു എന്ന സാഹചര്യമാണ്. എന്തായാലും കോൺഗ്രസ് നേരിടുന്ന അസാധാരണ സാഹചര്യം വ്യക്തമാക്കുന്നതാണ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെയും വാക്കുകൾ. നമുക്ക് നോക്കാം. നരേന്ദ്രമോദിക്ക് ഇന്ത്യ മുന്നണിയെ ഭയമായതിനാലാണ് EDയെയും ആദായ നികുതി വകുപ്പിനെയും ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. വേറെ മാർഗമില്ലാത്തതിനാലാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ഇന്ത്യ മുന്നണിക്ക് ഇത്തരമൊരു പ്രതിഷേധം നടത്തേണ്ടി വരുന്നതെന്നും KC വേണുഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. അവർ സാമന്താനം ദണ്ഡം ഇവരെല്ലാം നോക്കിയിട്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനാധിപത്യ രീതിയിൽ നൽകേണ്ട ലെവൽ പ്ലേയിങ് ഫീൽഡ് നിഷേധിക്കുന്ന രീതിയിൽ വളരെ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യം കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്ത്യ രാജ്യത്ത്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു ഗവൺമെന്റും വേട്ടയാടിയിട്ടില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും കൂടെ പങ്കെടുക്കാനുള്ളൊരു അവസരമല്ലേ ജനാധിപത്യത്തിൽ. ഇപ്പം അവർ പറയുന്നത് വേറെ ഒരു പാർട്ടിക്കും പണം വേണ്ട, അവരാരും മത്സരിക്കേണ്ട, അവർക്കാർക്കും പ്രചരണം നടത്തേണ്ട, ഇവരൊരു പാർട്ടി മാത്രം നടത്തിയാൽ മതിയാണ്. ഇത് 96-ലെയും 2019-ലെയും കേസ് പറഞ്ഞിട്ടാണ്. ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ BJPയുടെ ഗുണ്ടാപിരിവാറായിട്ട് മാറിയിരിക്കുകയാണ്. അവർ 1800 കോടി രൂപ കോൺഗ്രസ് കൊടുക്കണമെന്ന് പറയുന്നത് കോൺഗ്രസ് എടുത്ത കോഴ്സാണത്. രാഷ്ട്രീയ പാർട്ടികൾ ഇൻകം ടാക്സ് എക്സംപ്റ്റഡ് ആണ്. ഞങ്ങളുടെ എന്നാൽ BJP ആണെങ്കിലും BJP ഇന്നലെ ഞങ്ങളുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ് BJP ഇതൊന്നും കൊടുക്കുന്നില്ല. ഞങ്ങൾക്കുള്ളത് അതേ കാര്യങ്ങൾ ബാധകമായ BJPക്കെതിരെ ഒരു നടപടിയുമില്ല. അവർ ഫ്രീ ആണ്, BJP ഫ്രീ ആണ്, അവർക്ക് എന്തും ചെയ്യാം. ഇതാണ് ഈ EDയുടെ ഒപ്പം IT വകുപ്പിൻ്റെ നടപടിയെ നേരിടാൻ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വാദം. നമുക്ക് കേരളത്തിലേക്ക് വീണ്ടും വരുമ്പോൾ ഇന്ന് സംസ്ഥാന വ്യാപകമായും വലിയ പ്രതിഷേധ പരിപാടികൾ കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ 3 കേന്ദ്രങ്ങൾ മേഖലയാക്കിക്കൊണ്ടായിരുന്നു വലിയ പ്രതിഷേധ പരിപാടികൾ നടന്നത്. എന്താണ് കേരളത്തിൽ നടന്നത് പരിശോധിക്കാം. VV വിനോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനോദ്, ദേശീയ തലത്തിൽ വലിയ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നുണ്ട്. കോൺഗ്രസ് നടത്തുന്ന രാഷ്ട്രീയ നീക്കം അതാണ്. കേരളത്തിൽ അത് പ്രതിഫലിക്കുന്നത് എങ്ങനെയാണ്? ഇന്നത്തെ സമരപരിപാടി അതെങ്ങനെയായിരുന്നു? ഒപ്പം ജനങ്ങളുടെ പങ്കാളിത്തവും. ഇത് രാജ്യത്തെമ്പാടും കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി അതുതന്നെയാണ് കേരളത്തിലും പാർട്ടി അഭിമുഖീകരിക്കുന്നത്. പ്രധാനമായും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അവർ വലിയ പ്രയാസമാണ് പറയുന്നത്. അതായത് ഫണ്ടില്ല, ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട നിലയിലാണ്. പ്രചരണം നടത്തുന്നതിന് അപ്പുറത്തേക്ക് പ്രവർത്തകർ, ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ ഒട്ടിക്കുന്ന ആളുകൾ, അവർക്ക് നാരങ്ങ വെള്ളം വാങ്ങാനുള്ള പണം പോലും ഇല്ല എന്നാണ് കഴിഞ്ഞ ദിവസം K മുരളീധരൻ പറഞ്ഞത്. ഈ തരത്തിൽ സംസ്ഥാനത്താകമാനം ഉള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ അവർ ഈ പ്രതിസന്ധിയെക്കുറിച്ച് പറയുന്നു. ഏവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇതാണ്: തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം. 1 മാസക്കാലത്തിലേറെയാണ് ആകെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനം നടത്തേണ്ടത്. അതിൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ഇങ്ങനെ ഒരു നടപടിയുമായി പോകുമ്പോൾ ഇനിയും 25 ദിവസത്തിലധികമുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയാണ് പ്രധാനമായും സ്ഥാനാർത്ഥികളും നേതൃത്വവും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇന്നിപ്പോൾ ആദായ വകുപ്പ് ഓഫീസുകൾക്ക് മുന്നിലുള്ള പ്രതിഷേധ സമരങ്ങൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും അടക്കമുള്ള കാര്യങ്ങൾ. MM ഹസനാണ് തിരുവനന്തപുരത്ത് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹം പറഞ്ഞത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്, രാജ്യത്ത് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലാണ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ തിരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ പ്രവർത്തനം ഇല്ലാതാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകും, ആ ഒരു ആശങ്ക കൂടി നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ കെജ്രിവാളിൻ്റെ അറസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട നേതാക്കളുടെ അറസ്റ്റിലേക്ക് വരും ദിവസങ്ങളിൽ രാജ്യത്തെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന, ചുക്കാൻ പിടിക്കുന്ന നേതാക്കളെല്ലാം ജയിലിലാക്കാനുള്ള നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന് ഗുണ്ടാ സംഘങ്ങളെ പോലെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നതാണ് KC വേണുഗോപാൽ ഉപയോഗിച്ച വാക്ക്. അതാണ്, ഗുണ്ടാ സംഘങ്ങളെ പോലെ ആദായ നികുതി വകുപ്പിനെ ഉപയോഗിക്കുന്നു എന്ന ഒരു ഗുരുതരമായ ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. 1800 കോടി രൂപ കോൺഗ്രസ് ഇങ്ങനെ അടയ്ക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ BJP അതിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വരും ദിവസങ്ങളിലും ഈ സമരം തുടരും. അതാണ് സംസ്ഥാനത്തെ സാഹചര്യം. എന്തായാലും ആദായ നികുതി വകുപ്പിന്റെ നടപടി കേരളത്തിൽ അത് രാഷ്ട്രീയ സാധ്യതയാക്കി മാറ്റാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അതാണ് ഇത്തരം പ്രതിഷേധ പരിപാടികൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് കേന്ദ്ര ഏജൻസികളുടെ ഭീഷണി നേരിടുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവുണ്ട്. അത് പത്തനംതിട്ടയിലെ ഇടത് മുന്നണി സ്ഥാനാർത്ഥി തോമസ് ഐസക്കാണ്. EDയെ പേടിയില്ലെന്ന് ആവർത്തിക്കുകയാണ് തോമസ് ഐസക്ക്. കിഫ്ബി ഉദ്യോഗസ്ഥർ ആരും തനിക്കെതിരെ മൊഴി നൽകിയിട്ടില്ല. സത്യവാങ്മൂലത്തിൽ ED ഉദ്യോഗസ്ഥർ തനിക്കെതിരെയുള്ള മൊഴി എഴുതി ചേർത്തതാണോ എന്ന് താൻ സംശയിക്കുകയാണ്. കോടതി ഇക്കാര്യം വിശദമായി പരിശോധിക്കട്ടെ എന്നും ധനവിനിയോഗത്തിൻ്റെ കണക്ക് ഇന്ന് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമെന്നുമാണ് ഐസക്കിൻ്റെ പ്രതികരണം. കോടതിയുടെ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുള്ളത്
ആ അഫിഡവിറ്റ് ഒഫീഷ്യൽസ് നൽകിയത് കോടതി തന്നെ നേരിട്ട് പരിശോധിക്കണമെന്നുള്ളതാണ്. പണവിനിയോഗം ആർക്ക് ഏത് വായ്പയിൽ നിന്ന് എന്തെടുത്ത് കൊടുക്കണമെന്നുള്ളത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തീരുമാനിക്കുന്ന കാര്യമല്ല. അതവിടെ റൂട്ടീനായിട്ട് ഉദ്യോഗസ്ഥരെ വെച്ചിരിക്കുന്നത് അവർ ചെയ്യുന്നത്. അതിലൊന്നൊരു തെറ്റൂലെന്ന് കിഫ്ബി ഒഫീഷ്യൽസ് കോടതിയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ എന്തിനൊക്കെയാണ് കിഫ്ബിയുടെ പണം വിനിയോഗിച്ചതെന്ന് ഞാൻ പോസ്റ്റ് ഇടാറുണ്ട്. അത് കൃത്യമായിട്ട് അറിയാം. അതിനൊന്നും ഞാനൊരു തെറ്റുമില്ല. അതുകൊണ്ട് കോടതി പരിശോധിക്കട്ടെ. ഇ ഡി പറഞ്ഞതാണോ ശരി, അല്ലെങ്കിൽ ഒഫീഷ്യൽസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എഴുതി ചേർത്തതാണോ, ഇത് തന്നെ ഒരു പരിശോധനാ വിഷയമാണ്. യെസ്, അതാണ് തോമസ് ഐസക് എടുക്കുന്ന രാഷ്ട്രീയ നിലപാട്. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ കേന്ദ്ര സർക്കാരിനായ കടന്നാക്രമണമുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് കേന്ദ്ര ധനമന്ത്രിയും സർക്കാരുമാണ്. പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനെ അവർ അംഗീകരിക്കുന്നില്ല. സാമ്പത്തിക പ്രയാസത്തിനിടയിലും നാടിൻ്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി എടുത്ത നിലപാട്. 1600 രൂപ തോതിൽ ക്ഷേമ പെൻഷൻ 60 ലക്ഷത്തോളം ആൾക്ക് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ കാണാൻ കഴിയും? ഇവിടെ വന്നാണല്ലോ ധനമന്ത്രി പറഞ്ഞത് ഇത് ധൂർത്താണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇത്ര വലിയ പെൻഷനുകൾ കൊടുക്കാൻ പാടുണ്ടോ? അത് അവരുടെ നയം. ആ നയം കേരളം അംഗീകരിച്ചില്ല, LDF അംഗീകരിച്ചില്ല. LDF സർക്കാർ അതേ നയവുമായി മുന്നോട്ട് പോയി. എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് പണം കൊടുക്കുക, അതൊന്ന് കാണണം എന്നായി കേന്ദ്ര സർക്കാരിന് വാശി. അതിനെന്ത് ചെയ്തു? പണം കയ്യിലുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. നിർഭാഗ്യവശാൽ നമ്മുടെ നാട് അതിസമ്പന്നമായൊരു നാടല്ലല്ലോ. അപ്പോൾ പണം കയ്യിലുണ്ടാവണം. ആ പണം കയ്യിൽ ഇല്ലാതിരിക്കുക, പണം കയ്യിൽ എത്തിക്കാതിരിക്കുക, അതിൽ കേന്ദ്ര ഗവൺമെന്റ് ചില ഇടപെടലുകൾ നടത്താൻ പറ്റും. 2 ദിവസം മുമ്പാണ് കേരളത്തിലെത്തിയ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയത്. പണം നൽകുന്നതിൽ ഒരു കാലതാമസവും കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടില്ല. കേരളത്തിൽ 2021 ശേഷം പലിശരഹിത വായ്പയായി 2224 കോടി രൂപ നൽകി എന്നതൊക്കെയായിരുന്നു ധനമന്ത്രി അന്ന് നടത്തിയ വിശദീകരണം. അതിനാണിപ്പോൾ മുഖ്യമന്ത്രി രാഷ്ട്രീയപരമായ മറുപടി നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ വിധി വന്നിരിക്കുന്നു. 3 പ്രതികളെയും വെറുതെ വിട്ടു. കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ചുരിയിലെ മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ മദ്രസയിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തി എന്നതായിരുന്നു കുറ്റം. കാണാം കെ വി ബൈജുവിൻ്റെ റിപ്പോർട്ട്. പ്രമാദമായ റിയാസ് മൗലവി കേസിലെ 3 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ വിധി പകർപ്പിൻ്റെ പൂർണ്ണരൂപം ലഭിച്ചിട്ടില്ല. എന്താണ് ഇതിന് ഏത് നിഗമനത്തിലാണ് കോടതി എത്തിയെന്ന കാര്യത്തിൽ പൂർണ്ണ ജഡ്ജ്മെൻറ്റിൻ്റെ രൂപം കിട്ടിയാൽ മാത്രമേ മനസ്സിലാകൂ. എന്തായാലും കഴിഞ്ഞ 7 വർഷമായി, അതായത് 2017 മാർച്ച് 20-നാണ് ഇത്തരത്തിൽ കുടക് സ്വദേശിയായ റിയാസ് മൗലവി ചൂരിയിലെ മദ്രസയിൽ കിടന്നുറങ്ങുമ്പോൾ ഇത്തരത്തിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. 3 ദിവസത്തിനകം തന്നെ ഈ 3 പ്രതികളും അറസ്റ്റിലാവുന്ന സാഹചര്യമുണ്ടായി. DNA പരിശോധനാ ഫലം ഉൾപ്പെടെ 65ഓളം ഇത്തരത്തിൽ സാമ്പിളുകൾ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇതൊക്കെ ആയിട്ടും 7 വർഷമായും ഇവർക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ജയിലിൽ തന്നെയായിരുന്നു. എന്നിട്ടും ഈ 3 പ്രതികളെയും ഇത്തരത്തിൽ വെറുതെ വിടാൻ ഇടയായ സാഹചര്യം എന്തെന്ന് വിധി പകർപ്പ് പൂർണ്ണമായി കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റുമെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത്. നിരപരാധികളായിട്ടുള്ള 3 ചെറുപ്പക്കാരെ പ്രതികളാക്കി പോലീസ് മുഖം രക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് കോടതി വിധിയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 7 വർഷമായിട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം അനുഭവിച്ചു തീർക്കേണ്ട 3 ചെറുപ്പക്കാർ ഈ കേസുമായി ജയിലിലാണ്. പരോള് പോലും കിട്ടാതെ ഹൈക്കോടതിയിൽ പോയിട്ട് ഇൻട്രീം ബെയിൽ പോലും കിട്ടാതെ
7 വർഷമായിട്ട് ജയിലിൽ കിടന്ന 3 ചെറുപ്പക്കാർക്ക് നീതി ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് എനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം പറയാം. എന്തായാലും ഇത് നിരാശാജനകമായ വിധി എന്നാണ് ഇത്തരത്തിൽ കുടുംബം ആരോപിച്ചത്. ഇതിൽ അപ്പീൽ പോകുമെന്ന് എന്തായാലും സർക്കാർ അഭിഭാഷകനും വ്യക്തമാക്കിയിട്ടുണ്ട്. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര തിരിച്ചടി. അതുമാത്രമല്ല, നല്ല എവിഡൻസുള്ള തെളിവുകളുള്ള കേസാണ്. DNA തെളിവുകളുണ്ട്. 1-ാം പ്രതിക്കെതിരായിട്ട് കറക്റ്റായിട്ട് DNA തെളിവുകളുണ്ട്. റിയാസ് മൗലവിയെ കുത്തി എന്ന് പറയുന്ന കത്തിയിലുള്ള ഫൈബർ കണ്ടൻസ് അത് 1-ാം പ്രതി എടുത്തു കൊടുത്ത കത്തിയിൽ നിന്ന് കിട്ടിയതാണ്. 1-ാം പ്രതിയുടെ മുണ്ടിലും ഷർട്ടിലും കണ്ട രക്തം റിയാസ് മൗലവിയുടെ, അതാണ്. അത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ടവർ ലൊക്കേഷൻ ഉണ്ട്, സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്. എല്ലാ തെളിവുകളുമുള്ള 1 മുതൽ 3 വരെ പ്രതികൾക്ക് ഏകദേശം 100ഓളം സാഹചര്യ തെളിവുകൾ. കോടതിയുടെ കണ്ടെത്തലുകൾ തികച്ചും ദൗർഭാഗ്യകരമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25 വർഷമായി ഇത്ര കൂടുതൽ തെളിവുകളുള്ള ഒരു കേസ് വെറുതെ വിടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായി എനിക്ക് കോടതിയുടെ മേലെ. പറയാൻ കിട്ടുന്നില്ല എന്തോ. എന്നെ കുട്ടീനെ കാണുന്നില്ല. അതേസമയം തന്നെ കഴിഞ്ഞ 7 വർഷമായി ഇത്തരത്തിൽ ഈ പ്രതികളെ വെറുതെ ജയിലിലിടുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാണ് പ്രതിഭാഗം അഭിഭാഷകരും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രമാദമായ ഒരു കേസിലാണിപ്പോൾ വിധി വന്നിരിക്കുന്നത്. മൂന്ന് പേരെയും വെറുതെ വിട്ടുകൊണ്ട് ഇത്തരത്തിൽ ഉത്തരവ് വന്നിരിക്കുന്നു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ കേസ് എടുത്തത്. ആദ്യം തന്നെ ആദ്യത്തെ കേസായി തന്നെ ഇത് വിളിക്കുകയും 3 പേരെയും വെറുതെ വിടുന്നു എന്ന് മാത്രം കോടതി പ്രസ്താവിക്കുകയും ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ വിധി പ്രസ്താവനത്തോടനുബന്ധിച്ച് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. കോടതി പരിസരത്തും വലിയ ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ജില്ലാ പോലീസ് മേധാവി നേരിട്ട് നിയന്ത്രണത്തിലായിരുന്നു, ഇത്തരത്തിൽ മേൽനോട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ എന്തായാലും സുരക്ഷാ സംവിധാനം. പ്രത്യേക പോലീസ് സംവിധാനങ്ങൾ ഒരുക്കി ഈ കോടതിയുടെ അകത്ത് കയറുന്നത് വരെ പരിശോധിച്ച് അഭിഭാഷകരെ പോലും പരിശോധിച്ചായിരുന്നു ഇന്ന് ഇത്തരത്തിൽ നിയന്ത്രണം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ 3 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടാണ് ഇപ്പോൾ കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. കാസർകോട്ടെ ഈ കോടതി വിധി വലിയ ചർച്ചകൾക്കിടവയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ 7 വർഷമായി പ്രതികൾ ജയിലിലായിരുന്നു. ഇതിൽ തെളിവുകൾ ഉണ്ടായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായ തുടങ്ങിയ വലിയ ചർച്ചകൾക്കിടവയ്ക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ അടൂർ പട്ടാഴിമുക്ക് അപകടത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ് വരികയാണ്. മരിച്ച അനൂജയുടെയും ഹാഷിമിൻ്റെയും കോൾ ലിസ്റ്റുകളും സമൂഹമാധ്യമ ഇടപെടലുകളും അന്വേഷണ പരിധിയിലുണ്ട്. അനൂജയും ഹാഷിമും 1 വർഷത്തിലധികമായി സൗഹൃദത്തിലായിരുന്നുവെന്നും സൗഹൃദത്തെ ഉലച്ച കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നുമാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ശശിനാരായണൻ നമുക്കൊപ്പം ചേരുന്നു. ശശിനാരായണൻ, ഇന്നലെ ഈ അപകടമുണ്ടായപ്പോൾ തന്നെ അതിൻ്റെ ദുരൂഹതകൾ വളരെ വ്യക്തമായിരുന്നു. കാരണം ആദ്യം ഒരു അപകടമെന്ന് കരുതി, പിന്നീട് ഒരു ആത്മഹത്യയെന്ന് കരുതി. എന്നാൽ അതല്ല, മറ്റ് ചില സാധ്യതകളിലേക്കും ഇതിൻ്റെ സൂചനകൾ ലഭ്യമാവുന്നുണ്ട്. എന്താണ് പോലീസിൻ്റെ നീക്കം? ഈ അനുജയും ഹാഷിമും മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം ഇതൊരു സാധാരണ അപകടമെന്ന നിലയ്ക്ക് മാത്രമാണ് നാട്ടുകാരും പോലീസും ഒക്കെ കരുതിയത്. പക്ഷെ പിന്നീടാണ് ഒരു ആത്മഹത്യയുടെയൊക്കെ ഈ ആത്മഹത്യയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടത്തിൽ ഇവർ മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം കൂടി പിന്നീട് അത്തരമൊരു നിഗമനത്തിലെത്തിയിരുന്നു. പക്ഷേ ഇവരുടെ ഫോൺ കോളുകളും മറ്റും ഫോൺ സന്ദേശങ്ങളും അതുപോലെ തന്നെ മറ്റു ശാസ്ത്രീയ തെളിവുകൾ കൂടി പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇത് എന്ത് കാരണത്തിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആത്മഹത്യയാണോ അത് അപകടം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാൻ കഴിയും. ഇനിയും ഈ ഹാഷിമിന്റെ സുഹൃത്താണ് ഈ അനുജയും ഈ ഹാഷിമും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പിണക്കങ്ങളോ അസ്വാരസ്യങ്ങളോ ഉണ്ടായിരുന്നു. അത് ഈ അനുജ അറിയാതെ തന്നെയാണോ ഹാഷിം ഇത്തരത്തിൽ ഇന്നലെ കാറും എടുത്തത് അനുജയും കയറ്റിക്കൊണ്ട് മനഃപൂർവ്വം അനുജയെ കൊലപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണോ എന്നുള്ള കാര്യം കൂടിയൊക്കെ അറിയണമെങ്കിൽ അത് സ്വാഭാവികമായി ഇവർ ഉപയോഗിച്ചിരുന്ന ഫോൺ സന്ദേശങ്ങളും ഫോൺ കോൾ ലിസ്റ്റുകളും ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് പോലീസിന് എത്താൻ കഴിയുള്ളൂ. എന്തായാലും 2 പേരും ഇത്തരത്തിൽ അപകടത്തിൽ മരിച്ചു എന്നുള്ള ആദ്യഘട്ടത്തിലെ സംഭവത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് പിന്നീട് ഇത് ആത്മഹത്യയാണെന്ന് അറിഞ്ഞിരിക്കുക. പക്ഷെ ആത്മഹത്യയാണ് എന്ന് പറയുമ്പോൾ തന്നെ ചില നിഗമനങ്ങൾ കൂടി ഇതിനകത്ത് കണ്ടെത്തേണ്ടി. കാരണം പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത് ഈ തരത്തിൽ ഈ ഹാഷിം മനഃപൂർവ്വം ഈ അനുജയെ കൊലപ്പെടുത്തിയതാണോ, ഇത്തരത്തിൽ മനഃപൂർവ്വം കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് അനുജയെ കാറിൽ കൊണ്ടുപോകുമ്പോൾ കാറിന്റെ ഡോറ് വലിച്ചു തുറന്നും
പുറത്തേക്ക് ചാടാൻ അനുജ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ ദൃക്സാക്ഷിയുടെ മൊഴി കൂടി പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ സ്വാഭാവികം അനുജ ഈ മരിക്കാൻ അല്ലെങ്കിൽ തയ്യാറായിരുന്നില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഹാഷിമിന്റെ നിർബന്ധപ്രകാരം മനഃപൂർവ്വം കൊലപ്പെടുത്താൻ, അനുജയെ കൊലപ്പെടുത്തി താനും മരിക്കാനുള്ള തീരുമാനമായിരിക്കാം ഉണ്ടായിരുന്നത്. അത്തരത്തിലാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവർ ഏതെങ്കിലും തരത്തിൽ പിണക്കമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോൺ സന്ദേശങ്ങൾ, കോൾ ലിസ്റ്റുകൾ പരിശോധിച്ചെങ്കിൽ മാത്രമേ പോലീസിന് കൃത്യമായി ഒരു വിവരം ഇതിൽ നിന്ന് അടിസ്ഥാനപരമായി പറയാൻ പറ്റും. എന്തായാലും ആ നിലയ്ക്കാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. എന്തായാലും കൃത്യമായി ഇവരുടെ രണ്ടുപേരുടെ വീടുകളിലെയും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളോട് ഈ അനുജ അധ്യാപകരോട് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. താൻ മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചന നൽകിയതായും അധ്യാപകരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വിലയിരുത്തിയാണ് ഇത് ഏത് തരത്തിലാണ്, ഇത് കൊലപാതകമാണോ അത് രണ്ടുപേരും തീരുമാനിച്ച ആത്മഹത്യയാണോ എന്നുള്ള കാര്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. എന്തായാലും നിരവധി ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ് പത്തനംതിട്ട പട്ടാഴിമുക്കിൽ ഇന്നലെ ഉണ്ടായ ഈ അപകടത്തിൽ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കങ്ങൾ. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ അഭിമന്യു വധക്കേസിൽ കാണാതായ രേഖകളുടെ പകർപ്പുകൾ ഒത്തുനോക്കി ആധികാരികത ഉറപ്പാക്കാൻ ഹൈക്കോടതി നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും. ഉച്ചയ്ക്ക് 2:30 വരെയാണ് അനുവദിച്ച സമയം. വിഷയത്തിൽ തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. തൃശൂർ മച്ചാട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം വീണ്ടും ഇറങ്ങി. തെക്കുംകര പഞ്ചായത്തിലെ മേലില്ലത്ത് പുലർച്ചെ ഇറങ്ങിയ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു. മണ്ടോളി വീട്ടിൽ ഷാജിയുടെ 25-ലധികം വാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. വീട്ടുകാർ ശബ്ദമുണ്ടാക്കി ആനയെ മേഖലയിൽ നിന്നും തുരത്തി. വേനൽ രൂക്ഷമായതോടെ വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കാത്തതിനെ തുടർന്നാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പാലക്കാട് കുഴൽമന്ദത്ത് വൃദ്ധയെ ആക്രമിച്ച 2 പന്നികളെ വെടിവെച്ചു കൊന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇന്ന് പുലർച്ചെ ഇവരെ വെടിവെച്ചു കൊന്നത്. ഇടുക്കി കുമളി സ്പ്രിംഗ് വാലിയിലെ കാട്ടുപോത്ത് ആക്രമണത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തു വന്നു. വന്യജീവി ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. ഫെൻസിംഗ് ഉണ്ടെങ്കിലും പ്രവർത്തനരഹിതമാണെന്നാണ് ആരോപണം. കാട്ടുപോത്തുണ്ടെന്ന് വിളിച്ചറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ എത്തിയില്ലെന്നും പരാതിയുണ്ട്. ആക്രമണത്തിൽ പരിക്കേറ്റ രാജുവിൻ്റെ ചികിത്സാ ചെലവ് വനംവകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ അറബിക്കടലിൽ വീണ്ടും കടൽ കൊള്ളക്കാരെ നേരിട്ട് ഇന്ത്യൻ നാവികസേന. കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇറാനിയൻ കപ്പലും പാകിസ്ഥാൻ ജീവനക്കാരെയും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചു. പോരാട്ടം 12 മണിക്കൂർ നീണ്ടുനിന്നു. മനു ഭരത് നമുക്കൊപ്പം ചേരുന്നു. മനു, ഇന്ത്യൻ നാവികസേന അറബിക്കടലിലെ ഈ കടൽ കൊള്ളക്കാരെ തുരത്തുന്നതിന് മുമ്പും പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. അതിലൊരു പുതിയ സംഭവമായി ഇത് മാറുകയാണ്. എന്താണ് ഇതിൻ്റെ വിശദാംശം? സജിത്ത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനികളായ ആളുകളെ രക്ഷിക്കുക എന്ന ദൗത്യം സാധാരണ ഒരു പക്ഷേ ഒരു അത്ഭുതം ഉളവാക്കുന്നതായിരിക്കാം. പക്ഷേ അങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ നോക്കിയല്ല, അപകടത്തിൽപ്പെട്ട ആരെയും സഹായിക്കുക എന്ന ഒരു നിലപാടാണ് ഇന്ത്യൻ നാവികസേന സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്നലെ രാവിലെയാണ് നാവികസേനയ്ക്ക് ഇത്തരത്തിൽ ഒരു സന്ദേശം ലഭിക്കുന്നത്. ഒരു ഇറാൻ കപ്പൽ, അത് ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ഒരു ഇറാൻ കപ്പലായിരുന്നു. അതിൽ 23 പാകിസ്ഥാൻ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഈ കപ്പലാണ് കടൽ കൊള്ളക്കാർ പിടിച്ചെടുക്കുകയും ആ ഘട്ടത്തിലാണ് നാവികസേനയ്ക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തത്. തുടർന്ന് 12 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് നാവികസേന ഈ കടൽ കൊള്ളക്കാരെ കീഴടക്കുകയും ഈ 23 പാകിസ്ഥാൻ പൗരന്മാരെ മോചിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം വളരെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് നാവികസേന ഈ കപ്പലിന് അടുത്തേക്ക് എത്തുകയും തുടർന്ന് ഈ കടൽ കൊള്ളക്കാരെ കീഴ്പ്പെടുത്തുകയും ചെയ്തത്. 2 കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഇതിനായി ഉപയോഗിച്ചു. ഒന്ന് INS സുമേധ, മറ്റൊന്ന് INS തൃശൂൽ. ആദ്യം സുമേധയാണ് ഈ
കടൽ കൊള്ളക്കാരെ നേരിടാൻ രംഗത്തിറങ്ങിയത്. തുടർന്ന് പിന്നീട് അതിനെ പിന്തുടർന്ന് INS തൃശ്ശൂലും അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. ഈ സൊക്രോത്ത ഐലൻഡിന് സമീപത്ത് വെച്ചാണ്, അവിടെ ഒരു ദ്വീപ് സമൂഹമാണ് MN അടുത്തുള്ളത്. അവിടുന്ന് 90 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് കടൽ കൊള്ളക്കാർ ഈ കപ്പൽ പിടിച്ചെടുത്തത്. തുടർന്നാണ് നാവികസേനയ്ക്ക് ഇടപെടേണ്ടി വന്നത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നിരന്തരം ഇത്തരം പ്രശ്നങ്ങളിൽ ഇന്ത്യൻ നാവികസേന ഇടപെടുന്നു. കഴിഞ്ഞ ഒരു 100 ദിവസത്തിന് ഇടയിൽ തന്നെ 110 ആളുകളെ ഇത്തരത്തിൽ കടലിൽ നിന്ന് പല ഘട്ടങ്ങളിലായി രക്ഷിക്കുന്ന ദൗത്യത്തിൽ നാവികസേന ഏർപ്പെട്ടിട്ടുണ്ട്. അതിൽ 45 പേർ മാത്രം ആണ് ഇന്ത്യക്കാർ, 65 പേർ വിദേശ രാജ്യത്തു നിന്ന് ഉള്ളവരാണ്. അതുപോലെ നേരത്തെ ഈ റിയോൺ എന്ന ഒരു കപ്പൽ ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ നിന്ന് 2600 കിലോമീറ്റർ അപ്പുറത്ത് ഉള്ളൊരു കപ്പൽ ഇതുപോലെ കടൽ കൊള്ളക്കാർ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 35 കടൽ കൊള്ളക്കാരെ അന്ന് കീഴടക്കിയാണ് കപ്പലിലുണ്ടായിരുന്ന 17 ജീവനക്കാരെ അന്ന് ഇന്ത്യൻ നാവികസേന രക്ഷിച്ചത്. അത് ഒരു വലിയ ചരിത്ര ദൗത്യമായി. അതുപോലെ തന്നെ ഏഡൻ കടലിടുക്കിൽ ഒരു കപ്പലിന് തീപിടിക്കുന്ന ഒരു സാഹചര്യം അടുത്തിടെ ഉണ്ടായി. അപ്പോഴും അവിടെ അത് കപ്പലിനകത്തുണ്ടായിരുന്ന 21 പേരെ സുരക്ഷിതരായി രക്ഷിക്കുന്ന ഒരു ദൗത്യം നാവികസേന ഏറ്റെടുത്തു. കഴിഞ്ഞ നവംബർ തൊട്ട് മാർച്ച് വരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 90 ഇത്തരം ഇടപെടലുകളാണ് നാവികസേന നടത്തിയിട്ടുള്ളത്. 57ഓളം ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ തടയുന്നതിന് നാവികസേന ഇടപെട്ടു. 37 ഇടങ്ങളിലാണ് കടൽ കൊള്ളക്കാർ എന്ന് സംശയിക്കുന്നവർ അല്ലെങ്കിൽ കടൽ കൊള്ളക്കാരുടെ ആക്രമണം, കടൽ കൊള്ളക്കാർ പിന്തുടരുന്ന സാഹചര്യം, ഇതിലെല്ലാം നാവികസേനയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏത് രാജ്യത്തെ പൗരന്മാർ എന്ന് നോക്കിയല്ല, മറിച്ച് അപകടത്തിൽപ്പെടുന്ന ആളുകളെ കടലിൽ രക്ഷിക്കുന്ന ഒരു വലിയ ദൗത്യം ഇന്ത്യൻ നാവികസേന ഏറ്റെടുത്തിരിക്കുന്നു. അത് വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. യെസ്, മനുഭരത്ത് സൂചിപ്പിക്കുന്ന അങ്ങനെയാണ്. രാജ്യത്ത് അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷങ്ങളാണ്. സുസജ്ജമാണ് നമ്മുടെ നാവിക സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ. ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ മാത്രമല്ല അയൽ രാജ്യങ്ങൾക്കും സുരക്ഷയൊരുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നു. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ, തമിഴ് സിനിമാ നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അന്ത്യം സംഭവിച്ചത്. നെഞ്ചുവേദനയെ തുടർന്ന് ചെന്നൈ കൊട്ടിവാകത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. നിരവധി തമിഴ് ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. മലയാളം, തെലുങ്ക്, കന്നഡ ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം കമൽഹാസൻ്റെ റിലീസ് ചെയ്യാത്ത ചിത്രമായ മരുതനായകത്തിൽ യൂണിറ്റ് പ്രൊഡക്ഷൻ മാനേജറായിട്ടാണ് സിനിമാ രംഗത്തേക്ക് ആദ്യമായി കടന്നു വരുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിലാണ് മലയാള സിനിമയിൽ ആദ്യമായി അദ്ദേഹം അഭിനയിച്ചത്. പിന്നീട് മോഹൻലാൽ നായകനായ ഭഗവാൻ, മമ്മൂട്ടി നായകനായ ഡാഡി കൂൾ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച അദ്ദേഹത്തിൻ്റെ വസതിയിൽ നടക്കും. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് നീളുകയാണ്. കാണാം തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. ഉത്തർപ്രദേശിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മെഗാ റാലിയോടെ തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. 370 സീറ്റുകൾ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഉത്തർപ്രദേശിലെ വിജയം നിർണായകമാകുന്ന സാഹചര്യത്തിലാണ് BJPയുടെ ഈ നീക്കം. UPയിൽ 80 സീറ്റുകളിൽ പരമാവധി നേടിയെടുക്കുകയാണ് BJPയുടെ ലക്ഷ്യം. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും രാഷ്ട്രീയ ലോക്ദൾ നേതാവ് ജയന്ത് ചൗധരിയുടെയും സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി മോദി ഇന്ന് മെഗാ റാലിയെ അഭിസംബോധന ചെയ്യും. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം സംസ്ഥാനത്ത് തുടരുകയാണ്. ഇന്ന് വിവിധ മുന്നണികളിൽ നിന്നായി 5 പേരാണ് പത്രിക നൽകിയത്. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്, കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ, ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ, മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി V വസീഫ് എന്നിവർ ഇന്ന് പത്രിക സമർപ്പിച്ചു. സ്വന്തമായി വീടോ ഭൂമിയോ ഇല്ലെന്നും 9 ലക്ഷം വിലയുള്ള പുസ്തക ശേഖരമുണ്ടെന്നും തോമസ് ഐസക്കിൻ്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നു. MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുചിത്രം പരിശോധിക്കുമ്പോൾ 5 സ്ഥാനാർത്ഥികളാണ് ഇന്ന് വിവിധ മുന്നണികളിൽ നിന്നായി പത്രികാ സമർപ്പണം നടത്തിയത്. കോഴിക്കോട് MK രാഘവൻ വലിയ ആവേശത്തോടെ വലിയ പ്രകടനമായി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തെ ഇന്നത്തെ ഒരു പൊതുചിത്രം എന്തായിരുന്നു? ഒപ്പം കോഴിക്കോട്ടെ
സജിത്ത്, തുടർച്ചയായ അവധി ദിനങ്ങൾ, പ്രത്യേകിച്ചും ദുഃഖവെള്ളി അടക്കമുള്ള ദിവസങ്ങൾ, ഒപ്പം ഈസ്റ്റർ വരുന്നു. അതുകൊണ്ട് ഈ അവധി ദിനങ്ങൾ കൂടി കണക്കിലെടുത്ത് തിങ്കളാഴ്ച മുതൽ കൂടുതൽ ഊർജിതമായി പത്രികാ സമർപ്പണം നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇന്ന് കോഴിക്കോട് സ്ഥാനാർത്ഥി MK രാഘവനും മുൻ മന്ത്രി കൂടിയായ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി തോമസ് ഐസക്കും, ഒപ്പം ആറ്റിങ്ങിൽ നിന്ന് V മുരളീധരനും മലപ്പുറത്തെ സ്ഥാനാർത്ഥി V വസീഫും അടക്കമുള്ളവരാണ് ഇന്ന് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഇനി പ്രമുഖരായ ആളുകളുടെ ഒരു നീണ്ട നിര വരും ദിനങ്ങളിൽ ഉണ്ട്. 3-ാം തീയതിയാണ് ഏറ്റവും അധികം ആളുകൾ ഒരുപക്ഷെ പത്രിക സമർപ്പിക്കാൻ കാത്തിരിക്കുന്നത്. കോഴിക്കോട്ടെ NDA സ്ഥാനാർത്ഥി MT രമേശും ഒപ്പം എളമരം കരീം ഇടതു സ്ഥാനാർത്ഥിയും പത്രിക സമർപ്പിക്കും. 3-ാം തീയതി തന്നെയാണ് രാഹുൽ ഗാന്ധി വയനാടിൽ പത്രിക സമർപ്പിക്കുന്നത്. എന്നാൽ 4-ാം തീയതിയാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ പത്രിക സമർപ്പിക്കുന്നതെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും 4-ാം തീയതി വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള ദിവസം. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ കൂടുതൽ പത്രികാ സമർപ്പണം ഇനിയും ഉണ്ടാവും. 3-ാം തീയതിയാവും ഏറ്റവും അധികം പേർ പത്രിക സമർപ്പിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രചാരണ രംഗത്ത് മുഖ്യമന്ത്രി അടക്കം ഇതിനകം കളത്തിലിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട് 1-ാം തീയതി മുഖ്യമന്ത്രി പ്രചാരണത്തിനെത്തുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് പ്രചാരണ പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു. കൂടുതൽ കേന്ദ്ര നേതാക്കൾ വരും ദിനങ്ങളിൽ എത്തും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും DK ശിവകുമാറും അടക്കമുള്ള ദേശീയ നേതാക്കൾ വരും ദിനങ്ങളിൽ കേരളത്തിലെ വിവിധയിടങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. സജിത്ത്. യെസ്, അനീഷ് സൂചിപ്പിച്ചതാണ് സാഹചര്യം. എന്തായാലും കുറച്ച് ദിവസം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് വേഗത്തിൽ പത്രികാ സമർപ്പണം പൂർത്തിയാക്കാനാണ് സ്ഥാനാർത്ഥികളും മുന്നണികളുമെല്ലാം ശ്രമിക്കുന്നത്. അത്തരം കാഴ്ചകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും. മുഖ്യമന്ത്രി കളത്തിലിറങ്ങിയ കാര്യം നമ്മൾ നേരത്തെ പരാമർശിച്ചു. ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ കോൺഗ്രസിനെയും BJPയെയും അദ്ദേഹം കടന്നാക്രമിച്ചു എന്നതാണ്. കഴിഞ്ഞ തവണ 19 UDF MPമാരുണ്ടായിട്ടും ആരും BJPക്കെതിരെ ദേശീയ തലത്തിൽ ശബ്ദമുയർത്തിയില്ല എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഒപ്പം തന്നെ വീണ്ടും കേരളത്തിലെ അക്കൗണ്ട് തുറക്കാനാണ് BJPയുടെ ശ്രമം. പക്ഷേ കേരളം മതനിരപേക്ഷമാണ്, കേരളം BJPക്ക് അംഗീകാരം നൽകില്ല എന്നും മുഖ്യമന്ത്രി നിലപാടെടുക്കും. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെ ആകെ തകർക്കാനുള്ള നീക്കം നടക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിസ്സംഗത പാലിക്കാനാവില്ല. തങ്ങൾ നിലപാട് സ്വീകരിച്ചു പോകേണ്ട ഘട്ടമാണ് ഇത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം ഇത്തരമൊരു സ്ഥിതിവിശേഷത്തെ കേരളം എങ്ങനെ നേരിടും? കേരളത്തിലെ എവിടെയും BJP ജയിച്ചു വരാവുന്ന ശക്തിയല്ല എന്ന് കേരളത്തിന് പൊതുവിലറിയാം. അവരെ ആകാവുന്ന ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട് എന്നതും ജനങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷേ മതനിരപേക്ഷതയുടെ വിളനിലമായ നമ്മുടെ നാട് അവരെ അംഗീകരിക്കാൻ തയ്യാറല്ല. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഈ നാടിന്, ഇവിടുത്തെ ജനങ്ങൾക്ക് ചേരുന്ന നിലപാടും നയവുമല്ല BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ BJPയെ ജനങ്ങളിവിടെ തിരസ്കരിച്ചതാണ്. അത് നല്ല രീതിയിൽ തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. കോൺഗ്രസ് അടക്കമുള്ളവർ ഒരു നീതിയും രാജ്യത്തെ പ്രശ്നങ്ങളിൽ പുലർത്തിയില്ല. ഈ നാടിനോട് നീതി പുലർത്തിയില്ല. നമ്മുടെ കേരളത്തെ പല കാര്യങ്ങളിലും അവഗണിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഒരുപാട് സന്ദർഭങ്ങൾ നാം നേരിട്ട മഹാപ്രളയം, കോവിഡ് മഹാമാരി, കേരളം നേരിട്ട ഒട്ടനേകം പ്രശ്നങ്ങൾ, ആ ഘട്ടങ്ങളിലെല്ലാം ഒരു സംസ്ഥാനം എന്ന നിലക്ക് നമുക്ക് അർഹമായ സഹായം ലഭിച്ചില്ല. ആ സഹായത്തിനു വേണ്ടി
ശബ്ദമുയർത്താൻ ഇവിടെ നിന്ന് പോയ പാർലമെന്റ് അംഗങ്ങൾ തയ്യാറായില്ല. അപ്പോഴെല്ലാം അവർക്ക് താല്പര്യം സർക്കാരിനെ കുറ്റപ്പെടുത്തലായിരുന്നു. ആലപ്പുഴയിൽ ഇത്തവണ വിജയം ഉറപ്പെന്നാണ് UDFന്റെ സ്ഥാനാർത്ഥി KC വേണുഗോപാൽ പറയുന്നത്. പ്രചരണത്തിൽ മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ടെന്നും മികച്ച ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും KC വേണുഗോപാൽ പറയുന്നു. ഒരു പ്രശ്നം ഇതേ ഉള്ളൂ, ആലപ്പുഴയിൽ കൂടുതൽ സമയം നിൽക്കാൻ പറ്റുന്നില്ല ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ബാക്കി വളരെ സുഖകരമായ ജനങ്ങൾ നൽകുന്ന സ്നേഹം, വാത്സല്യം, പിന്തുണ. ഈ കൗണ്ടിംഗ് ഡേയിൽ എന്തായിരിക്കും ആലപ്പുഴയിൽ നിന്ന് KC വേണുഗോപാൽ പ്രതീക്ഷിക്കുന്നത്? എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം, അല്ലെങ്കിൽ എന്തായിരിക്കും? ഞാൻ ഈ ജനങ്ങളെ വെല്ലുവിളിക്കാറില്ല ഒരിക്കലും. എല്ലാ അവകാശം ജനങ്ങളുടെ കയ്യിലാണുള്ളത്. ഇപ്പോൾ അവരാണ് തീരുമാനിക്കേണ്ടത് അവരുടെ ജനപ്രതിനിധി ആരാണ്. എൻ്റെ പ്രവർത്തനം അവരുടെ മുന്നിലുണ്ട്, രാഷ്ട്രീയം അവരുടെ മുന്നിലുണ്ട്, സമകാലീന രാഷ്ട്രീയമാണ്. എനിക്ക് നമ്മുടെ നാട്ടിലെ ഇപ്പം പ്രചരണം നടത്തിയപ്പോൾ, കുറേ ദിവസം പ്രചരണം നടത്തിയപ്പോൾ പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്, നന്നായിട്ട് ജയിക്കുന്നു. കഴിഞ്ഞ തവണ നഷ്ടമായ കാസർഗോഡ് ഇത്തവണ ഇടതുമുന്നണി തിരിച്ചു പിടിക്കുമോ? രാഷ്ട്രീയപരമായി ഏറെ ആകാംക്ഷമുയർത്തുന്ന ഒരു ചോദ്യമാണിതവണ. ഇത്തവണ ഈ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നാണ് അവിടുത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ പറയുന്നത്. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ ശൂന്യതയായിരുന്നുവെന്നും LDF കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ പലതും പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണെന്നും അദ്ദേഹം പറയുന്നു. LDF കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററാണ് ന്യൂസ് 8നോട് ഇപ്പോൾ ചേരുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത് തന്നെയാണ് LDFന് മുന്നിലുള്ള ഏറ്റവും പ്രധാന കാര്യം. എന്തായാലും എന്താണ് നിലവിലെ അവസ്ഥ എന്ന് നമുക്കത് നേരിട്ട് തന്നെ ചോദിക്കാം. പക്ഷേ എന്താണ് ഇപ്പോൾ ഉള്ളൊരു പ്രതീക്ഷ? ഞാൻ ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും 3-ലേറെ തവണ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഒരു നിശ്ചയദാർഢ്യം ജനങ്ങളിൽ രൂഢമൂലമായി വളർന്നു വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായി LDFൻ്റെ കൈവശമുണ്ടായിരുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ 5 വർഷക്കാലം നഷ്ടപ്പെട്ടതിലുള്ള നഷ്ടബോധം, നിരാശ, പശ്ചാത്താപം ഇത് ജനങ്ങളിൽ ആകെ നല്ലതുപോലെ സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ട്. അവരിപ്പോൾ അത് തിരിച്ചു പിടിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയിൽ തന്നെയാണ്, നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് വോട്ടർമാരും വോട്ടർമാരെ അടക്കമുള്ള ജനങ്ങളും ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത്. എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF തിരിച്ചു പിടിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. ഈ UDF സ്ഥാനാർത്ഥി പറയുന്നത് കഴിഞ്ഞ 5 വർഷമായി മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ഒപ്പം ഈ സർക്കാരിന്റെ എതിരെ ജനവികാരമുണ്ട്, അത് ഇത്തവണയും തുണയാവും, ഇരട്ടി ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ്. അതിന് എങ്ങനെ കാണുന്നു? ഇത് ഈ കഴിഞ്ഞ 5 വർഷമാണല്ലോ അദ്ദേഹം പറയുന്നത്. ബാലകൃഷ്ണൻ മാസ്റ്റർ എന്ന ഞാൻ ജനിച്ച് പെറ്റു വീണ മണ്ണാണ് കാസർഗോഡിൻ്റെ മണ്ണ്. ഇവിടെ തന്നെ വിദ്യാഭ്യാസം നേടി, ഇവിടെ തന്നെ ജനങ്ങളിൽ പ്രവർത്തിച്ച് ഇപ്പോഴും ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പകൽ വെളിച്ചം പോലെ വ്യക്തമല്ലേ കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിൻ്റെ ബിഗ് സീറോ വികസന കാര്യത്തിൽ, ക്ഷേമ നടപടികളിൽ എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് ഈ 3.5 പതിറ്റാണ്ട് കാലം നമ്മുടെ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തട്ടെ. ഈ അനുഭവങ്ങളാണല്ലോ ഏറ്റവും വലിയ ഗുരുനാഥൻ. അത് കാസർഗോഡ് മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം. 5 വർഷക്കാലം ശൂന്യതയായിരുന്നു ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. അതിൽ വികസനോന്മുഖമായ മുമ്പുണ്ടായിരുന്ന പല പദ്ധതികളും പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോയി. 5 വർഷക്കാലം വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കണം. പുതിയ പുതിയ വികസനങ്ങൾ ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിക്കകത്ത് കൊണ്ടുവരണം. അത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആർക്കാണ് അതിന് സാധിക്കുക എന്നുള്ളത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റിയിട്ടുള്ളത് LDF പ്രതിനിധികൾ പാർലമെൻറ്റിലേക്ക് പോയ സന്ദർഭത്തിൽ മാത്രമാണ്. അതിന് ഏറ്റവും അധികം വിരാമം വന്നിട്ടുള്ളത് കഴിഞ്ഞ 5 വർഷമാണ്. അത് തിരിച്ചു കൊണ്ടുവരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇപ്പോൾ ശക്തമായിട്ട് CPM രംഗത്ത് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടെന്നാണ് കോൺഗ്രസിൻ്റെ ഒരു ആരോപണം. അത് തെറ്റായ പ്രചരണമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു 7 വർഷമായി കാസർഗോഡിൻ്റെ പാർട്ടിയുടെ സെക്രട്ടറിയാണ്, CPMൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. 5 വർഷം മുമ്പ്, ഒരു 4.25-5 വർഷം മുമ്പ് പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ലല്ലോ. അന്ന് ഈ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ലല്ലോ. ആ സന്ദർഭത്തിൽ കാസർഗോഡ് അടക്കം കേരളത്തിലടക്കം ഈ മനുഷ്യ കോട്ട തീർത്തത് ആരാ? അന്ന് വോട്ടിന് വേണ്ടിയിട്ടാണോ? അന്ന് മുഖ്യമന്ത്രി പറഞ്ഞെന്താ? പൗരത്വ ഭേദഗതി ബില്ല് എൻ്റെ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് ശക്തമായി പ്രതികരിച്ചില്ലേ? വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. അതിനുശേഷം LDF എടുത്തിട്ടുള്ള കേരള സർക്കാർ എടുത്ത നിലപാടെന്താ? അന്ന് കോൺഗ്രസ് എടുത്ത നിലപാട് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അറിയാമല്ലോ. പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് നിസ്സംഗമായി നോക്കിയെന്നില്ലേ?
പത്രപ്രതിനിധികൾ, ചാനലുകാർ അവരോട് പോയി ചോദിച്ചു എന്താണ് നിങ്ങൾ പ്രതികരിക്കാത്തത്. അപ്പം പറഞ്ഞത് ഈ ബില്ലല്ലേ വന്നുള്ളൂ, ഇനി ആക്ട് വരട്ടെ, ആക്ട് വന്നാൽ ഞങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ പ്രതികരിക്കാം. ഇപ്പോൾ വന്നല്ലോ, ഒരാഴ്ച കാലമായിട്ട് ആക്ട് വന്നല്ലോ, എന്തേ മിണ്ടാത്തത്? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമാൻ ഖാർഗെ, അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് ബില്ലിനെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ വന്ന ആക്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഞങ്ങൾ ആലോചിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അന്ന് സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള ഈ ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശ്രീമാൻ നമ്മുടെ ബാലഗോപാലൻ എന്താ പറഞ്ഞത്, വേണുഗോപാലൻ എന്താ പറഞ്ഞത്? വേണുഗോപാലൻ ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതെന്താ കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇതിനോട് അവർക്ക് ആർജവത്തോട് തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഇപ്പം നോക്ക് നിങ്ങൾ, മുഖ്യമന്ത്രി പറഞ്ഞു ഈ ബില്ല് നടപ്പാക്കല്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല. ഇപ്പോൾ പറഞ്ഞില്ലേ, എന്താ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ വേണ്ടി കഴിയുക? ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശം, അതിലൊന്നല്ലേ കേരളം? അവിടെയെല്ലാം ബാധകമായതല്ലേ പാർലമെൻറ്റിൽ പാസ്സാക്കിയത്? ഇവിടെ നടപ്പാക്കണ്ടേ? എൻ്റെ അർത്ഥം എന്താ? ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല എന്നല്ലേ ഓരോ മലയാളിയും പറയേണ്ടത്, കേരളക്കാർ പറയേണ്ടത്. ഇദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ്. കഴിഞ്ഞ തവണത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ കല്യാശ്ശേരി, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ CPM-ന് വോട്ട് വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ പുതിയ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ്? ഇവിടെ കഴിഞ്ഞ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും LDF-ന് വോട്ട് കുറഞ്ഞു. അതിൽ ആലപ്പുഴ മാത്രമാണ് LDF-ന് വോട്ട് കൂടിയത്. ഇവിടെ 5 മണ്ഡലങ്ങളിൽ എന്തിനാ കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ, അതുപോലെ കാഞ്ഞങ്ങാട്, ഉദുമ, എല്ലാ സ്ഥലത്തും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ആ വോട്ട് കുറയാനും ഇടയായിട്ടുള്ള അന്നത്തെ ഒരു സാഹചര്യമാണ്. ഒരു ഭാഗത്ത് വയനാട്ടിൽ ശ്രീമാൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, പ്രധാനമന്ത്രി കൊട്ടും കുരവയും ആനയും അമ്പാരിയും ആയിട്ട് വന്നു. അതുപോലെ തന്നെ ശബരിമല പ്രശ്നം വന്നു. ഇതെല്ലാം വന്നപ്പോൾ ജനങ്ങൾ എന്തോ അതിൽ ഭ്രമിച്ചു പോയി. ആ ജനങ്ങൾ ഇന്ന് പശ്ചാത്തപിക്കുന്നുണ്ട്. ഒരു സംശയമില്ല. ഇത് ഈ മണ്ഡലം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യം ഇടതുപക്ഷത്തിൻ്റെ കോട്ട കൊത്തളമാണ്. ഇതിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ല. ഈ 5 മണ്ഡലങ്ങൾ മാത്രമല്ല, നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നോക്കൂ, മഞ്ചേശ്വരം, കാസർഗോഡ് അടക്കം LDF-ന് വോട്ട് വർദ്ധിക്കും. ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ പ്രഖ്യാപിച്ചോളൂ, ഞാൻ ഉറപ്പിച്ച് പറയാം. ഓക്കെ. എന്തായാലും ഇത്തവണ ഇടത് കോട്ട തിരിച്ചുപിടിക്കാൻ എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF ഉള്ളത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കാസർഗോഡ് ഇടതു മുന്നണിയുടെ ഒരു കോൺഫിഡൻസ് അങ്ങനെയാണ്. പെരുമാറ്റച്ചട്ട ലംഘന പരാതിയിൽ സുരേഷ് ഗോപിയുടെ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട പ്രിന്റർ ആൻഡ് പബ്ലിഷർ സംബന്ധിച്ച വിശദാംശങ്ങളില്ല എന്നതാണ് പരാതി. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജാണ് പരാതി നൽകിയത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പരാതി. പരാതിയിൽ ജില്ലയിലെ മുഖ്യ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറാണ് സ്ഥാനാർത്ഥിയോട് വിശദീകരണം തേടിയത്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. ശക്തമായ പോരാട്ടം നടക്കുന്ന പത്തനംതിട്ടയുടെ മണ്ണിലേക്കാണ് ന്യൂസ് 18 ഗോദ എത്തുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ പത്തനംതിട്ട ജില്ലയ്ക്ക്, ഈ മണ്ഡലത്തിന് പറയാനുണ്ട്. തെരഞ്ഞെടുപ്പിന് പറയുന്ന വാഗ്ദാനമെല്ലാം നടപ്പാക്കാനാണ് ഇവിടെ ഇടപെടാനാണ് തീരുമാനമെങ്കിൽ ആൾക്കൂട്ടത്തെ കണ്ട് ഭയപ്പെടുന്ന ആളല്ല ഞാൻ. ഇടപെട്ട് തന്നെ പോകുകയുള്ളൂ. കൊള്ളക്കാരും ഇവിടെ 50 വർഷം വരിച്ചു മുടിച്ച കടക്കണിയല്ലേ, ആ കടം വീട്ടണ്ടേ? നിങ്ങൾ ഒരു വീട് വെച്ചാൽ കല്ലിട്ടതിന് അന്ന് രാവിലെ തന്നെ വീട്ടിൽ കയറി താമസിക്കും. കൊരക്കുന്ന ജീവിയുടെ കാര്യം നിങ്ങളുടെ സ്നേഹിതൻ പറഞ്ഞു. ന്യൂസ് 18 പ്ലീസ്. അല്ല കുഴപ്പമില്ല, അത് കാണിക്കാം. Goda, co-presented by Berger Paints, 100 years of trust, and ICL Fincorp. ICL Fincorp, the intelligent choice. Co-powered by Chungat Jewelry. Chungat Jewelry lightweight goldന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ഇനി ISL വാർത്തകൾ നമുക്ക് നോക്കാം. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജാംഷഡ്പൂർ FCയെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. MG മിഥുൻ നമുക്കൊപ്പം ചേരുന്നു. മിഥുൻ, കേരളം വീണ്ടും കളത്തിലിറങ്ങുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? എങ്ങനെ? സജിത്ത്, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളെല്ലാം തന്നെ ഒരു ഡു ഓർ ഡൈ മാച്ചുകൾ തന്നെയാണ്. അതായത് ഒരു മത്സരത്തിൽ പോലും തോൽക്കാനോ ഒരു മത്സരത്തിൽ പോലും സമനിലയിൽ ആകാനോ പോലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ മങ്ങലേൽക്കുകയും ചെയ്യും. നമുക്കറിയാം, നിലവിൽ 5ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. 18 കളികളിൽ നിന്നായി 29 പോയിന്റുകൾ മാത്രമാണ് സമ്പാദ്യമായിട്ടുള്ളത്. മുൻനിരയിൽ മറ്റ് 4 ടീമുകൾ മുൻനിരയിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. അവരുടെ മത്സരങ്ങളുടെ ഫലങ്ങൾ കൂടിയായിരിക്കും ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യത
സാധ്യതകൾ സജീവമാക്കാനുള്ള ഒരു നിർണായക ഘടകമായി മാറുകയും ചെയ്യുക. ഒപ്പം തന്നെ നമുക്കറിയാം അഡ്രിയാൻ ലൂറ മുതൽ സച്ചിൻ സുരേഷ് വരെയുള്ളവരുടെ പരിക്ക് വലിയ രീതിയിൽ ഈ വർഷം കളിച്ച 5 മത്സരങ്ങൾ അത് പ്രകടമാവുകയും ചെയ്തു, നമ്മൾ കാണുകയും ചെയ്തു. ഈ വർഷം കളിച്ച 5 മത്സരങ്ങളിൽ 4 മത്സരങ്ങളിലും മൃഗീയമായി തോക്കുന്നത് നമ്മൾ ആരാധകർ കാണുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം ഒരു മത്സരത്തിൽ മാത്രമാണ് ഇതിനു മുമ്പ് ജയിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളത്, കൊച്ചിയിലാണ് ജയിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ കളിച്ച മത്സരത്തിൽ മോഹൻ ബഗാനെതിരെ വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അതായത് 4-3 പരാജയം അറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ജംഷഡ്പൂർ FC ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അത്ര വലിയ എതിരാളികളാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം മുൻകാലത്തെ അവരുടെ പ്രകടനങ്ങൾ നോക്കിയാൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വർഷം കളിച്ച കളികളിൽ അതായത് ബ്ലാസ്റ്റേഴ്സിനെതിരെ നേരത്തെ നേർക്കുനേർ വന്നപ്പോൾ 1-0 ബ്ലാസ്റ്റേഴ്സിന് വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു. അന്ന് അഡ്രിയാൻ ലൂറ അവരുടെ പ്രധാനപ്പെട്ട ക്യാപ്റ്റന്റെ ഒരു മികവിലൂടെ കൂടിയായിരുന്നു ആ ഗോൾ നേടുകയും ആ മത്സരം സമനിലയിലേക്ക് പോകുന്നതായിരുന്ന മത്സരം കൈപ്പിടിയിൽ ഒതുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയും ചെയ്തത്. ഇത്തവണ വീണ്ടും ഒരു മത്സരത്തിന് രംഗത്തിറങ്ങുമ്പോൾ ഡിമിട്രിയോസിന്റെ ഒരു പ്രകടനം മാത്രമാണ് നമുക്ക് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എടുത്തു പറയാനുള്ളത്. മറ്റു താരങ്ങൾക്കൊന്നും തന്നെ ഒരു മികവിലേക്ക് ഉയരാൻ സാധിക്കാത്തത് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ കാണുകയും ചെയ്തതാണ്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളെല്ലാം തന്നെ വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് ബ്ലാസ്റ്റേഴ്സിന് സജീവമാക്കാനാകൂ. എന്തായാലും കേരളം വീണ്ടും കളത്തിലിറങ്ങിയാണ്. വിജയ വഴിയിൽ തന്നെ കേരളത്തിന് യാത്ര ചെയ്യാൻ കഴിയട്ടെ എന്ന് നമുക്ക് കരുതാം. എന്തായാലും മത്സരങ്ങൾ ഇന്ന് തത്സമയം ന്യൂസ് 18-ലും കാണാം പ്രേക്ഷകർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6265 രൂപ, പവന് 50,120 രൂപ. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 5240, പവന് 41,920. വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോഗ്രാമിന് 80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംഭവം വയനാടുണ്ടായി. വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട കാർ യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. റോഡിലൂടെ നടന്നു നീങ്ങിയ ആന കാറിനു നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. നാട്ടുകാർ ഒച്ച വച്ചതിനെ തുടർന്നാണ് കാറിനെ ആക്രമിക്കാതെ ആന പിന്തിരിഞ്ഞോടിയത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ വൈറലായി ഓടുകയാണ്. ഈ ദൃശ്യത്തോടെ ഇന്നത്തെ പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. കാറുകാരൻ വേക്കും ഒരു ബൈക്കാരനും വരുന്നുണ്ട്. ചേട്ടനെ അങ്ങോട്ട് പോലെ ആ കാറുകാരൻ നിൽക്കട്ടെ. സൈഡിൽ പൊക്കോളും തോന്നുന്നല്ലേ? ചിലപ്പോ അവൻ അവിടെ ഇങ്ങോട്ട് തിരിയുന്നുണ്ട്. ഭാഗ്യം കേട്ടോ. ജീവൻ കത്തിയിട്ടുണ്ടാവും. പിന്നെ